ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതമാണ്. ഞങ്ങൾ കൊപ്പറ റവ ലഡു ഉണ്ടാക്കാൻ പോകണം. അതിനെ കൊപ്പറ തന്നെ ക്രഷാക്കിയിട്ട് അതിനെ ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ അതിക്ക് വേണ്ടി ഏലക്കപ്പൊടി ആക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്ലേറ്റിൽ ക്രഷാക്കി കൊക്കോനട്ട് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഏലക്കപ്പൊടി വെച്ച് പിന്നെ അടുപ്പ് കത്തി റവാനെ നല്ലോണം വറുത്ത് അതിന് വേറെ പ്ലേറ്റിലിട്ടിട്ട് പിന്നെ അടുപ്പിലേക്ക് അതേ പാത്രം വെച്ചിട്ട് അതിലേക്ക് ഡാൽഡ ഇട്ടിട്ട് പിന്നെ അതിലേക്ക് വീട്ടിലുണ്ടാക്കി നെയ്യ് ഇട്ടിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് വറുത്ത് പിന്നെ അതിലേക്ക് ക്രഷാക്കി വെച്ച കൊപ്പര തന്നെ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി പിന്നെ അതിലേക്ക് ഏലക്കപ്പൊടി ഇട്ടിട്ട് പിന്നെ മിക്സാക്കി പിന്നെ അതിലേക്ക് പഞ്ചസാര വേണ്ടി അത്ര ഇട്ട് അതിനെ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി നല്ലോണം മിക്സായാൽ പിന്നെ അതിലേക്ക് ഞങ്ങൾ ലൈറ്റായിട്ട് വറുത്തിട്ടെടുത്ത സൂചി റവ ഉണ്ട് അതിനെ ഇട്ടിട്ട് നല്ലോണം മിക്സാക്കണം. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം മിക്സാക്കണം. അത് ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു ലെവലിൽ വരും. ആ സമയത്തിൽ അതിനെ എടുത്ത് താഴെ വെച്ചിട്ട് ഞങ്ങൾ അതിനെ ചൂടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരെ.